ഈ നാടിൻ്റെ ഇക്കണോമിക് പ്രൊഡക്ടിവിറ്റിയും ഇക്കണോമിക് എഫിഷ്യൻസിനെ ബാധിക്കുന്ന ഒന്നും ചെയ്യാൻ പാടില്ല എന്ന്, അതും സംസ്ഥാന സർക്കാർ അതിന് സപ്പോർട്ട് ചെയ്യാൻ പാടില്ലാണ് ഞങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്നത്. സമരവും പണിമുടക്കലും വ്യത്യാസമുണ്ട്. പ്രൊട്ടസ്റ്റ് ചെയ്യാം, അത് എല്ലാവരും അവകാശമാണ്, അത് കോൺസ്റ്റിറ്റ്യൂഷനിൽ എഴുതി വെച്ചൊരു അവകാശമാണ്. പക്ഷേ ഇവിടെ ഒരു ആൻറ്റി ഇൻവെസ്റ്റർ സെൻറ്റിമെൻറ്റ് നിർത്തി നിക്ഷേപത്തിനെ ബാധിക്കുന്ന ഒരു രീതിയും ഒരു പോളിസിയും സംസ്ഥാന സർക്കാർ ചെയ്യാൻ പാടില്ലാണ് ഞങ്ങൾ പറയുന്നത്. അതല്ല, ഇതിൽ ഒരു സ്റ്റേറ്റ് നമ്മൾ കാണുന്നതാണ്. തിരുവനന്തപുരം മെഡിക്കൽ ഹോസ്പിറ്റലിൽ എക്യുപ്മെൻറ്റ് വാങ്ങാൻ കാശില്ലാത്ത സമയത്ത് ഇക്കോണമീനെ മുമ്പോട്ട് കൊണ്ടുപോകല്ലേ ചെയ്യേണ്ടത്? അതല്ലേ സ്റ്റേറ്റ് സംസ്ഥാന സർക്കാരിൻ്റെ കടമ, ഡ്യൂട്ടി അതല്ലേ. സ്റ്റേറ്റ് സ്പോൺസേഡ് പണിമുടക്ക് വ്യത്യാസമുണ്ട്. ട്രേഡ് യൂണിയൻസ് അവരുടെ അവകാശത്തിന് വേണ്ടി മുമ്പോട്ട് വയ്ക്കുമ്പോൾ അതിൻ്റെ ഒരു ഹർത്താലും സമരവും ഒരു സ്റ്റേറ്റ് സ്പോൺസേഡ് പണിമുടക്കൽ വ്യത്യാസമുണ്ട്. അത് ചെയ്യുന്ന സ്റ്റേറ്റ് ഏത് സ്റ്റേറ്റാണ്? ഇവിടെ കടത്തിൽ മുങ്ങുന്നൊരു സ്റ്റേറ്റ് അല്ലേ. ഇവിടെ നമ്മൾ പറയുന്നത് ഇക്കോണമി നമ്മൾ മുമ്പോട്ട് അല്ലേ കൊണ്ടുവന്നത്, ഇവിടെ ഇൻവെസ്റ്റ്മെൻ്റ് അല്ലേ വരേണ്ടത്. ഈ ഇങ്ങനൊരു ഹൈ അൺഎംപ്ലോയ്മെൻറ്റ് റേറ്റ് ഉള്ളൊരു സ്റ്റേറ്റിൽ എന്തായിരിക്കണം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോളിസി ഗോളും ഒബ്ജക്റ്റീവും? ഇവിടെ തൊഴിലുണ്ടാക്കുക, ഇൻവെസ്റ്റ്മെൻറ്റ് കൊണ്ടുവരിക. അപ്പോൾ അതല്ലേ ഏറ്റവും പ്രധാനപ്പെട്ട സംസ്ഥാന സർക്കാരിൻ്റെ മെസ്സേജ്. പക്ഷേ നമ്മൾ കാണുന്ന എന്താണ്? സ്റ്റേറ്റ് സ്പോൺസേഡ് പണിമുടക്ക്. ഇത് 4 കൊല്ലം ചെയ്തില്ലല്ലോ. അപ്പോൾ ഇതിൽ ഒരു വ്യത്യാസം നമ്മൾ കാണണം. എല്ലാം ഒരു ഐഡിയോളജിക്കൽ ഒരു ബ്രഷ് ഇട്ടിട്ട് കാണേണ്ട ആവശ്യമില്ല. ഇവിടെ തൊഴിലില്ലായ്മ ഉണ്ട്. രാജ്യത്തിൽ ഏറ്റവും കൂടുതൽ അൺഎംപ്ലോയ്മെൻറ്റ് കേരള നാട്ടിലാണെന്ന് ആർക്കും സംശയമില്ല. ഇവിടെ ഇൻവെസ്റ്റ്മെൻറ്റ് വരുന്നില്ല, ആർക്കും സംശയമില്ല. ഇന്ന് ലോകത്തിലും ഇന്ത്യയിലും മൊത്തം എത്രയോ അവസരങ്ങൾ സൃഷ്ടിക്കുന്നുണ്ട്. ഇവിടെ നമ്മൾ കുട്ടികളെ എക്സ്പോർട്ട് ചെയ്യാണ്. നമ്മുടെ കുട്ടികൾ തന്നെ പോയിട്ട് ബാംഗ്ലൂർ, ഹൈദരാബാദ്, ആന്ധ്രാപ്രദേശ്, തമിഴ്നാട്ടിൽ അവർ അവിടെ തൊഴിൽ ചെയ്യുന്നു. എന്ത് കാരണമാണ് ഇവിടെ വരാത്തത്? ഇത് ചോദിക്കുമ്പോൾ അതിൻ്റെ ഒരു ഉത്തരമാണ് സ്റ്റേറ്റ് സ്പോൺസേഡ് പണിമുടക്കുണ്ടെങ്കിൽ എന്തിന് ഇൻവെസ്റ്റ്മെൻറ്റ് ഇവിടെ വരും?